നെക്സ്റ്റ് ഇസ് അസസ്മെൻറ്റ് ഓഫ് വിൻഡ് പ്രഷർ ആൻഡ് എങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ ബിൽഡിംഗ് വിത്ത് അതിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ടാകും, അതിൻ്റെ ലൊക്കേഷനും തന്നിട്ടുണ്ടാകും. സോ അതിൽ നിന്ന് വിൻഡ് പ്രഷർ എത്രയായിരിക്കും ആ ബിൽഡിങ്ങിൽ ആക്ട് ചെയ്യുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയേഴ്സും അതുപോലെ കുറച്ച് പ്രോബ്ലംസുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പാർട്ട് സിയിൽ ചോദിക്കാറുണ്ട്. വിൻഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടും ചോദിക്കാറുണ്ട്. അതല്ലാതെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ വൺ ഓഫ് ദി സ്റ്റെപ്പ് ഡിസൈൻ ഓഫ് ലോഡ്സ് ആണ്. അപ്പോൾ അതിൽ വിൻഡ് ലോഡ് ഈ വിൻഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാനിതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ IS 875 പാർട്ട് 3യിൽ നിന്നാണ് ഇതിൻ്റെ IS കോഡ്. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ബേസിക് വിൻഡ് സ്പീഡ്. ബേസിക് വിൻഡ് സ്പീഡാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് അപ്പോൾ അത് ഓരോ ലൊക്കേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ IS 875 പാർട്ട് 3 പേജ് 53ൽ അപ്പൻഡിക്സ് എയിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിളിൽ എല്ലാ വാല്യൂസും, അതായത് ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ഓരോ സിറ്റീസിൻ്റെയും അവിടെ ഉള്ള വിൻഡ് പ്രഷർ, ബേസിക് വിൻഡ് സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അത് വെച്ചാണ് ബേസിക് വിൻഡ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയൊരു ടേബിൾ തന്നിട്ടുണ്ടാകും അപ്പൻഡിക്സ് എ. സോ ഫോർ സം ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓർ ടൗൺസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇപ്പോൾ സപ്പോസ് നമുക്ക് വേണ്ടത് ലക്നൗവിലെ ആണെങ്കിൽ ലക്നൗവിൽ വിൻഡ് സ്പീഡ് 47, ജയ്പൂരിലെ ആണെങ്കിൽ ജയ്പൂർ വിൻഡ് സ്പീഡ് 47. ഓക്കെ, ദെൻ ഡൽഹിയിലെ ആണെങ്കിൽ ഡൽഹി 47. അപ്പോൾ അങ്ങനെ ഇതിൽ നിന്ന് നോക്കിയിട്ടാണ് വിൻഡ് സ്പീഡ് VB കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അഗെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് ഡിസൈൻ വിൻഡ് സ്പീഡ് VZ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ VZ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പേജ് 8ൽ ഒരു ഇക്വേഷൻ ഉണ്ട്. VZ is equal to K1 K2 K3 into VB. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വിൻഡ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ആ വിൻഡ് സ്പീഡിൻ്റെ കൂടെ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് K1 K2 K3 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ K1ഉം K2ഉം K3യും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ K1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ടേബിൾ 1ൽ നിന്നാണ്. ഓക്കെ, ടേബിൾ 1 പേജ് 11ൽ നമുക്കപ്പോൾ 4 കാറ്റഗറീസ് ആയിട്ട് തന്നിട്ടുണ്ട് ഓരോ ടൈപ്പ് ബിൽഡിങ്സും. അതിൽ ഒന്ന് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ജനറൽ ബിൽഡിങ്സ്, സെക്കൻഡ് വൺ കൺസ്ട്രക്ഷൻ ബിൽഡിങ്സ്. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലുള്ള ടെമ്പററി ബിൽഡിങ്സ് ആണ് സെക്കൻഡ് വൺ. ആൻഡ് ദെൻ ഫാം ബിൽഡിങ്സ് അല്ലെങ്കിൽ ലോ ഡിഗ്രി ഓഫ് ഹസാർഡ് ഉള്ള ബിൽഡിങ്സ്, കുറച്ച് റിമോട്ടായിട്ടുള്ള പ്ലേസസിലുള്ള ബിൽഡിങ്സ്. ദെൻ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ, ദെൻ കമ്മ്യൂണിക്കേഷൻ ടവേഴ്സ്, അതുപോലെ പവർ പ്ലാന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിൽ വരുന്നതാണ്. ഓക്കെ, സോ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ, അതായത് ഇതിലേത് കാറ്റഗറി ആണെന്ന് നോക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ അത് ബേസ് ചെയ്തിട്ട് ടേബിൾ 1ൽ നിന്ന് വാല്യൂസ് എടുക്കുക. ഓക്കെ, സോ ടേബിൾ 1 ഇവിടെ തന്നിട്ടുണ്ട്. ടേബിൾ 1 പേജ് 11ലാണ് ടേബിൾ 1 തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ടേബിൾ 1ൽ ജനറൽ ബിൽഡിങ്സ്, ടെമ്പററി ഷെഡ്സ്, ദെൻ low degree of hazard to life, and important buildings, hospital, communication towers, power plant. അഗെയിൻ ഇതിൽ നമ്മൾ ഈ ഒരു സൈഡിലുള്ളതെന്ന് വെച്ചാൽ വിൻഡ് സ്പീഡാണ്. ഓക്കെ, അതായത് VB വാല്യൂസ് ആണ്. സോ നമ്മുടെ കറസ്പോണ്ടിങ് VB വാല്യൂസിൻ്റെ K1 ഫാക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ജനറൽ ബിൽഡിങ്സ് ആണെങ്കിൽ ഏത് വിൻഡ് സ്പീഡാണെങ്കിലും 1 ആയിരിക്കും. ഓക്കെ, സപ്പോസ് ഒരു പവർ പ്ലാന്റ് ബിൽഡിംഗ് ആണ്. പവർ പ്ലാന്റ് ബിൽഡിങ്ങിൽ ഇതായിരിക്കും വാല്യൂസ്. അപ്പോൾ ഇതിൽ ഏത് വിൻഡ് സ്പീഡിന് കറസ്പോണ്ടിങ് ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അതായിരിക്കും K1 വാല്യൂ. സപ്പോസ് വിൻഡ് സ്പീഡ് 47 ആണെങ്കിൽ 1.07 ആയിരിക്കും പവർ പ്ലാന്റിലെ K1 ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് K1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അഗെയിൻ K2 ടെറൈൻ കാറ്റഗറി വെച്ചിട്ടുള്ള ഫാക്ടേഴ്സാണ്. സോ അതിൽ ടെറൈൻ കാറ്റഗറി 1, 2, 3, 4 എന്ന് 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിലും ഓരോ കാറ്റഗറീസും, അപ്പോൾ ഇത് നമ്മളെന്ന് വെച്ചാൽ അസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്താണോ ചോദിച്ചിരിക്കുന്ന ബിൽഡിങ്, അപ്പോൾ അതിൻ്റെ ഒരു ടൈപ്പ് വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് കാറ്റഗറി 1, 2, 3 and 4. ഓക്കെ,
അപ്പോൾ ഇതിൽ പേജ് 8 തന്നിട്ടുണ്ട് കാറ്റഗറീസ്. നമുക്കതൊന്ന് നോക്കാം. സോ ഇതാണ് ടെറൈൻ കാറ്റഗറി. 5.3.2 ഓരോ ടെറൈൻ കാറ്റഗറീസ് തന്നിട്ടുണ്ട്. സോ കാറ്റഗറി 1 എന്ന് വെച്ചാൽ എക്സ്പോസ്ഡ് ഓപ്പൺ ടെറൈൻ വിത്ത് ഫ്യൂ ഓർ നോ ഒബ്സ്ട്രക്ഷൻസ്. ഓക്കെ, എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ടെറൈൻ ആണ്, ലൈക്ക് ഹിൽ ടോപ്പൊക്കെ. അതെന്ന് വെച്ചാൽ എക്സ്പോസ്ഡ് ആണ്, അവിടെ വേറെ തരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, ആൻഡ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് എനി ഒബ്ജക്റ്റ് സറൗണ്ടിങ് ദ സ്ട്രക്ചർ, അതിന് സറൗണ്ട് ചെയ്യുന്ന സ്ട്രക്ചറിൻ്റെ ഹൈറ്റാണ് 1.5. അതായത് അധികം ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാത്ത കാറ്റഗറി പ്ലേസസ് ആണെങ്കിൽ നമ്മൾ കാറ്റഗറി 1 ആയിട്ട് ചൂസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് കാറ്റഗറി 2. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കാറ്റഗറി 1 വരുന്നത് കാര്യങ്ങളെന്ന് വെച്ചാൽ സീ കോസ്റ്റ് വരും, അതുപോലെ ട്രീലെസ് ആയിട്ടുള്ള പ്ലെയിൻസ്, ഹിൽസ്, ഇതൊക്കെ വരും. ഓക്കെ, അഗെയിൻ കാറ്റഗറി 2. കാറ്റഗറി 2 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓപ്പൺ ടെറൈൻ വിത്ത് വെൽ സ്കാറ്റേർഡ് ഒബ്സ്ട്രക്ഷൻസ് ഹാവിങ് ഹൈറ്റ് ജനറലി ബിറ്റ്വീൻ 1.5 to 10 മീറ്റർ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വെൽ സ്കാറ്റേർഡ് ഒബ്സ്ട്രക്ഷൻസ്, അതായത് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട് ബട്ട് ദേ ആർ നോട്ട് ടു ക്ലോസ്, ദേ ആർ സ്കാറ്റേർഡ്. ഓക്കെ, ആൻഡ് ആവറേജ് ഹൈറ്റ് ഓഫ് ഈ ഒബ്സ്ട്രക്ഷൻസോ അല്ലെങ്കിൽ ആ സറൗണ്ടിങ് ബിൽഡിങ്സോ എന്താണെങ്കിലും അതിൻ്റെ ആവറേജ് ഹൈറ്റ് 1.5 to 10 മീറ്റർ. So this is the criteria for measurement of regional basic wind speed and includes airfield, open parkland, undeveloped, sparsely built up outskirts of towns and suburbs, open land adjacent to sea coast may be classified as category 2 due to roughness or large sea waves at high winds. ഓക്കെ, അപ്പോൾ കാറ്റഗറി 2 നമ്മളിപ്പോൾ എയർപോർട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്കാറ്റേർഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്, ഒത്തിരി പോപ്പുലേറ്റഡ് അല്ലാതെ അങ്ങനെ മാറിയിട്ടുള്ള എയർഫീൽഡ്, അതുപോലെ അൺഡെവലപ്ഡ് സ്പേസസ് ഒക്കെ കാറ്റഗറി 2 ക്ലാസിഫൈ ചെയ്യാം. നെക്സ്റ്റ് ഇസ് കാറ്റഗറി 3. സോ കാറ്റഗറി 3 എന്ന് വെച്ചാൽ ടെറൈൻ വിത്ത് ന്യൂമറസ് ക്ലോസ്ലി സ്പേസ്ഡ് ഒബ്സ്ട്രക്ഷൻസ് ഹാവിങ് ദ സൈസ് ഓഫ് ദി ബിൽഡിംഗ്, അതായത് 10 മീറ്റർ ഹൈറ്റ് വരെ വരുന്ന ബിൽഡിങ്സിൻ്റെ ക്ലോസ്ലി സ്പേസ്ഡ് ആണെങ്കിൽ, ഓക്കെ, അങ്ങനെയുള്ള ആ ലൊക്കേഷന് നമ്മൾ കാറ്റഗറി 3 ആയിട്ട് എടുക്കും. സോ ടൗൺസ്, ഇൻഡസ്ട്രിയൽ ഏരിയാസ്, അപ്പോൾ ഇതൊക്കെ കാറ്റഗറി 3 ആയിട്ട് എടുക്കും. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ ഇവിടെ നോക്കുക, ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ നെക്സ്റ്റ് ഹയർ കാറ്റഗറി ദാൻ ദിസ് വിൽ നോട്ട് എക്സിസ്റ്റ് ഇൻ മോസ്റ്റ് ഡിസൈൻ സിറ്റുവേഷൻ ആൻഡ് ദ സെലക്ഷൻ ഓഫ് എ മോർ സിവിയർ കാറ്റഗറി വിൽ ബി ഡെലിബറേറ്റ്. അപ്പോൾ നമ്മൾ യൂഷ്വലി കാറ്റഗറി 3 ആണ് എടുക്കുന്നത്. കാറ്റഗറി 3യേക്കാളും ഹയർ കാറ്റഗറി എന്ന് വെച്ചാൽ കാറ്റഗറി 4 ആണ്. സോ അത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സിവിയർ ആയിട്ടുള്ള കാറ്റഗറിയാണ്. ഓക്കെ, ആൻഡ് പെർട്ടിക്കുലർ അറ്റൻഷൻ മസ്റ്റ് ബി ഗിവൺ ടു പെർഫോമൻസ് ഓഫ് ഒബ്സ്ട്രക്ഷൻസ് ഇൻ ഏരിയാസ് എഫക്റ്റഡ് ബൈ ഫുള്ളി ഡെവലപ്ഡ് ട്രോപ്പിക്കൽ സൈക്ലോൺസ്. ഓക്കെ, ഈ സൈക്ലോൺ ഏരിയ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ആൻഡ് വെജിറ്റേഷൻ വിച്ച് ഈസ് ലൈക്ലി ടു ബി ബ്ലോൺ ഡൗൺ ഓർ ഡീഫോളിയേറ്റഡ് കനോട്ട് ബി റിലൈഡ് അപ്പോൺ ടു മെയിൻറ്റെയിൻ കാറ്റഗറി 3. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് കാറ്റഗറി 4 എടുക്കുന്നത്. സോ ടെറൈൻ വിത്ത് ന്യൂമറസ് ലാർജ് ഹൈലി ക്ലോസ്ഡ് ഒബ്സ്ട്രക്ഷൻസ്, അപ്പോൾ ലാർജ് സിറ്റിയിലും അതുപോലെ ഒബ്സ്ട്രക്ഷൻസ് അബൌവ് 25 മീറ്റർ വിത്ത് വെൽ ഡെവലപ്ഡ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സസ്, അപ്പോൾ അങ്ങനെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ കാറ്റഗറി 4 കൊടുക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് കാറ്റഗറീസിന് തിരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ് 3 ക്ലാസ്സാണുള്ളത്. ക്ലാസ് A, B, C. ഈ ക്ലാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വെച്ചിട്ടായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലൊരു ബിൽഡിങ്, അത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആകാം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആകാം, അതിൻ്റെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. സോ ഈ ഹൈറ്റ് വെച്ചിട്ട് ക്ലാസ് ചൂസ് ചെയ്യണം. ഓക്കെ, സോ ക്ലാസ് A എന്ന് വെച്ചാൽ ലെസ് ദാൻ 20 മീറ്റർ ഹൈറ്റ് ഹാവിങ് എ മാക്സിമം ഡയമെൻഷൻ. അപ്പോൾ ഹൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സ്പാൻ, ഓക്കെ, അതിൻ്റെ ലെങ്ത് ആയിരിക്കാം. അപ്പോൾ എന്താണെങ്കിലും മാക്സിമം ഡയമെൻഷൻ ഷാൽ ബി ലെസ് ദാൻ 20. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്ലാസ് B എന്ന് വെച്ചാൽ മാക്സിമം ഡയമെൻഷൻ 20 to 50 മീറ്റർ ആണെങ്കിൽ ക്ലാസ് B. ക്ലാസ് C ഗ്രേറ്റർ ദാൻ 50. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം ഡയമെൻഷൻ എന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിൻ്റെ ലെങ്ത്തോ വിഡ്ത്തോ അല്ലെങ്കിൽ ഹൈറ്റോ. അപ്പോൾ ഇതിൽ മാക്സിമം ഏതാണ്, അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് നോക്കുക. ലെസ് ദാൻ 20 ആണെങ്കിൽ ക്ലാസ് A, 20 to 50 ആണെങ്കിൽ ക്ലാസ് B, ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിൽ ക്ലാസ് C. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാറ്റഗറി ക്ലാസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിലപ്പോൾ നമുക്ക് ടേബിൾ 2-ൽ നിന്ന് അപ്പോൾ ഈ കാറ്റഗറിയും ക്ലാസ്സും അറിയുകയാണെങ്കിൽ, ഓക്കെ, കാറ്റഗറി വേണം, കാറ്റഗറി 1, 2, 3, 4. അതുപോലെ ക്ലാസ് വേണം, ക്ലാസ് ABC. ഓക്കെ, ഏത് ക്ലാസ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ ഹൈറ്റ് എത്രയാണെന്നും അറിയണം, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം ടേബിളിൽ നിന്ന്. ഓക്കെ, ക്ലിയർ? സോ ഈ ടേബിളിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പേജ് 12 ടേബിൾ 2. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി കാൽക്കുലേറ്റ് K2. കാറ്റഗറി വേണം, category 1, 2, 3, 4 and class ABC. Okay, maximum dimension less than 20, 20 to 50, greater than 20. Sorry, greater than 50. Again, അടുത്തത് K3. Okay, നമ്മുടെ തേർഡ് കോഎഫിഷ്യൻറ്റ് K3 ആണ്. സോ K3 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്പൻഡിക്സ് C നോക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു K3 കാൽക്കുലേറ്റ് ചെയ്യാൻ അപ്പൻഡിക്സ് C അല്ലാതെ ഇതും ഇവിടെ നിന്ന് നോക്കിയാലും K3 വാല്യൂ കിട്ടും. ഓക്കെ, ടോപ്പോഗ്രഫി ഫാക്ടറാണ് K3. സോ ഈ പേജ് 12-ലുള്ള വാല്യൂസ് അത് നമ്മൾ യൂഷ്വലി 1 ആയിട്ട്, അതായത് സ്ലോപ്പ് ഓഫ് ദി ടെറൈൻ, ഓക്കെ, ആ ടോപ്പോഗ്രഫി നമ്മൾ ഏത് പ്ലേസിലാണോ ബിൽഡിംഗ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്ലേസിൻ്റെ സ്ലോപ്പ് ഇഫ് ദാറ്റ് ഈസ് ലെസ് ദാൻ സ്ലോപ്പ്, ഇപ്പോൾ ഹില്ലി ഏരിയ ആയിരിക്കും അല്ലെങ്കിൽ ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും. ഇപ്പോൾ ഫ്ലാറ്റ് സർഫസ് ആണെങ്കിൽ നമുക്ക് 1 ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് 3 ഡിഗ്രിയേക്കാളും കുറവാണെങ്കിൽ, when the slope is less than 3 degree, we take the K3 value equal to 1 എന്ന് എടുക്കും. ഓക്കെ, അഗെയിൻ 3 ഡിഗ്രിയേക്കാളും കൂടുതലാണ് സ്ലോപ്പ് എങ്കിൽ അപ്പൻഡിക്സ് C നോക്കുക. സോ ദിസ് ഇസ് അപ്പൻഡിക്സ് C. സോ അപ്പൻഡിക്സ് C പേജ് 55-ൽ വാല്യൂസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് സ്ലോപ്പ് 3 to 17 ആൻഡ് ഗ്രേറ്റർ ദാൻ 17. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി സ്ലോപ്പ്. ഇപ്പോൾ സ്ലോപ്പ് നമുക്ക് ഒന്നെങ്കിൽ 1:3 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടാകും. സോ സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താ? tan θ. സോ tan θ ഈസ് ഈക്വൽ ടു 1/3 എന്നോ അങ്ങനെ എടുക്കുക. ഓക്കെ, സോ അവിടെ നമുക്ക് തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഓക്കെ, സോ തീറ്റയുടെ വാല്യൂ അറിയാമെങ്കിൽ തീറ്റ ഇവിടെ ഏതിലാണ്, 17-നേക്കാളും ഗ്രേറ്റർ ആണോ 17-നേക്കാളും ലെസ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. K3 ഈസ് ഈക്വൽ ടു 1 + C × S. ഓക്കെ, ഈ C വാല്യൂ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സ്ലോപ്പ് അനുസരിച്ചിട്ടാണ് C വാല്യൂ. സ്ലോപ്പ് ലെസ് ദാൻ 17 ആണെങ്കിൽ C വാല്യൂ വിൽ ബി 1.2 × Z/L. ഓക്കെ, 1.2 × Z/L. ഇതിൽ Z ആൻഡ് L എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ടെറൈൻ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സപ്പോസ് ഒരു ഹില്ല് എടുക്കുകയാണെങ്കിൽ ഈ ഹില്ലിൻ്റെ വേർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് Z ആൻഡ് ഹില്ലിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് L. ഓക്കെ, സോ നമുക്ക് സ്ലോപ്പ് തരുന്നത് എന്തോ 1 ഹൊറിസോണ്ടൽ ഈസ് ടു 1 വേർട്ടിക്കൽ അങ്ങനെ ആയിരിക്കും. 1 വേർട്ടിക്കൽ ഈസ് ടു 1 ഹൊറിസോണ്ടൽ എന്നായിരിക്കും നമുക്ക് സ്ലോപ്പ് തരുന്നത്. ഓക്കെ, സോ അത് വെച്ചിട്ട് ഇത് വേർട്ടിക്കൽ, ഇത് ഹൊറിസോണ്ടൽ, ZL എന്ന് കൊടുക്കാം. ഓക്കെ, Z ആൻഡ് L. സോ അങ്ങനെയാണ് ആ വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ 0.36 എന്ന് കൊടുക്കും. ക്ലിയർ? അങ്ങനെയാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് അതിനുശേഷം അപ്പം നമുക്ക് C വാല്യൂ കിട്ടും. ഇനി S വാല്യൂ കിട്ടുന്നത് ടേബിൾ 14 ആൻഡ് 15-ൽ നിന്നാണ്. ഓക്കെ, ടേബിൾ 14 അല്ലെങ്കിൽ 15-ൽ നിന്നാണ് S വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് S വാല്യൂ കിട്ടണമെങ്കിൽ, S എന്ന് വെച്ചാൽ ഈ ഒരു കർവാണ് കേട്ടോ. അപ്പോൾ ഈ കർവ് ഏതാണ് നമുക്ക് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കർവിലാണ് വരുന്നതെങ്കിൽ 0.1. ഓക്കെ, ഈ ഒരു ചെറിയ ഇവിടെ ഒരു കർവ് ഉണ്ട്, അതാണെങ്കിൽ 1. ദെൻ അടുത്തൊരു കർവ് 0.8, 0.5 അങ്ങനെ ഡിഫറെൻറ്റ് കർവ്സ് ഉണ്ട്. അപ്പോൾ ആ കർവ്സിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, S വാല്യൂ. സോ ഇവിടെ
ഫിഗർ 15 ആണ് റിഡ്ജ് അല്ലെങ്കിൽ ഹില്ലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ എടുക്കേണ്ടത്. അപ്പം ഇതിൽ രണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിലുള്ളത് h/le ആൻഡ് വൈ ആക്സിസിലുള്ളത് h/le ആൻഡ് എക്സ് ആക്സിസിലുള്ളത് x/le. ഓക്കെ, ഇതിൽ h എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഈ ഹില്ലിൻ്റെ ടോപ്പിൽ നിന്ന് ബിൽഡിംഗ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് നമുക്ക് h/le x/le കാൽക്കുലേറ്റ് ചെയ്താൽ കറസ്പോണ്ടിങ് എസ് വാല്യൂ ഈ ഒരു ഫിഗറിൽ നിന്ന് കിട്ടും. സോ ഫ്രം K3 can be calculated from 1 plus CS. ഇതിൽ C എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ലോപ്പ്. ഇഫ് സ്ലോപ്പ് ഇസ് theta degree is between 3 to 17, C is 1.2 Z/L. Z എന്ന് വെച്ചാൽ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, ഹില്ലിൻ്റെ ഹൈറ്റ് ആണ് Z, ആൻഡ് L is the length. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് ദി ടോപ്പും ഈ ബോട്ടവും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഹിൽ ടോപ്പും ഹിൽ ബോട്ടവും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് L. നെക്സ്റ്റ് എസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഫിഗർ 14 ആൻഡ് 15 നോക്കുക. ക്ലിഫ്സ് ആണെങ്കിൽ, ക്വസ്റ്റ്യനിൽ ക്ലിഫ് എന്നാണ് പറയുന്നതെങ്കിൽ ഫിഗർ 14 എടുക്കാം. ഹിൽസ് അല്ലെങ്കിൽ റിഡ്ജ് എന്നാണെങ്കിൽ ഫിഗർ 15 എടുക്കാം. ഓക്കെ, സോ അതിൽ നിന്ന് h/leയും x/le വാല്യൂ വേണം. h എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് le വാല്യൂ നമുക്ക് പേജ് 55 നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പൻഡിക്സ് സിയിൽ തന്നെ ഉണ്ട് LE വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പൻഡിക്സ് സിയിൽ ഇങ്ങനെയാണ് LE വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ സ്ലോപ്പ്. സ്ലോപ്പ് 3 to 17 ബിറ്റ്വീൻ ആണെങ്കിൽ L എന്ന് തന്നെ എടുക്കുക. ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ Z/0.3. ഓക്കെ, ഇങ്ങനെയാണ് LE കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ആ ഒരു റേഷ്യോ h/le കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് x/le കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഹില്ലിൻ്റെ ടോപ്പിൽ നിന്ന് ഈ ബിൽഡിംഗ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എക്സ്. ഓക്കെ, ആൻഡ് ഇസഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഹിൽ ആൻഡ് എൽ എന്ന് വെച്ചാൽ ഹില്ലിൻ്റെ ബോട്ടത്തിൽ നിന്നും അതുപോലെ ഹില്ലിൻ്റെ ടോപ്പിലെയും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ എൽ എന്ന വാല്യൂ തന്നിട്ടുണ്ടാകത്തില്ല. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് സ്ലോപ്പ് അറിയാം. 1:n എന്നാണ് സ്ലോപ്പ് തരുന്നത്, റൈറ്റ്? സോ 1:n എന്ന് വെച്ചാൽ 1 vertical is to 1 horizontal. 1 vertical is to n horizontal, right? 1 vertical 1z is equal to nl. അങ്ങനെയാണെങ്കിൽ L നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഓക്കെ, വി ഹാവ് ടു കാൽക്കുലേറ്റ് L. L വാല്യൂ എന്ന് വെച്ചാൽ h ഇൻറ്റു ഈ ഹൈറ്റ് ഇൻറ്റു n, zn എന്നായിരിക്കും Lൻ്റെ വാല്യൂ വരുന്നത്. Clear? So this is how we calculate L value. അപ്പോൾ LEയും h/leയും x/le ഉണ്ടെങ്കിൽ we can calculate the value for S. Clear? So അടുത്തതായിട്ട് വിൻഡ് പ്രഷറിൻ്റെ അസസ് ചെയ്യുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. A roof truss shed is to be built in Lucknow for an industry. The size of shed is 24 meter by 40 meter. Height of building is 12 meter. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസിക് വിൻഡ് സ്പീഡാണ്. സോ ബേസിക് വിൻഡ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ലൊക്കേഷൻ ആണ് അറിയേണ്ടത്. സോ ലക്നൗ ആണെന്ന് പറയുന്നത് കൊണ്ട് അപ്പൻഡിക്സ് എയിൽ VB വാല്യൂസ് ഡയറക്റ്റ്ലി ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ ഫോർ ലക്നൗ VB വാല്യൂ ഇസ് 47 meter per second. അടുത്തതായിട്ട് ഡിസൈൻ വിൻഡ് സ്പീഡ് VZ കാൽക്കുലേറ്റ് ചെയ്യുക. VZ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ VZ is equal to K1, K2, K3 into VB. സോ ഇതിൽ നിന്ന് K1, K2 ആൻഡ് K3 വാല്യൂസ് വേണം. ഓക്കെ, K1 വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചാൽ ഫ്രം ടേബിൾ 1 പേജ് 11. അപ്പോൾ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇത് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. റൂഫ് ട്രസ് ഷെഡ് ഫോർ ആൻ ഇൻഡസ്ട്രി എന്നാണ്. സോ ഇറ്റ് ഈസ് എൻ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. സോ നമുക്ക് ജനറൽ ബിൽഡിങ്സിൻ്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ജനറൽ ബിൽഡിങ്സിൻ്റെ അണ്ടറിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ K1 is equal to 1 എന്ന് കിട്ടും. ദറ്റ് ഈസ് പ്രീവിയസ്ലി ഞാൻ പറഞ്ഞിരുന്നു ജനറൽ 4 ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓൾ ജനറൽ ബിൽഡിങ്സ് ആണെങ്കിൽ ഏത് നമുക്ക് 47 ആണ്
വി ബി കിട്ടിയിരിക്കുന്നത്. സോ വി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ് K1 വാല്യൂ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് K2 വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. K2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ we need to get the category and class. സോ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആയതുകൊണ്ട് നമുക്ക് കാറ്റഗറി 3യിൽ എടുക്കാം. ഓക്കെ, ആൻഡ് ക്ലാസ് ഇപ്പോൾ ഇവിടെ മാക്സിമം ഡയമെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എ ബി ആണോ അല്ലെങ്കിൽ സി ആണോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം ഡയമെൻഷൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, 24, 40 ആൻഡ് 12. ഇതിൽ അപ്പോൾ മാക്സിമം 40 ആണ്. സോ മാക്സിമം ഡയമെൻഷൻ 40 വെച്ചിട്ടാണ് ക്ലാസ് എ ആണോ ബി ആണോ സി ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതിൽ ക്ലാസ് ബി എന്ന് വരും. ബിക്കോസ് ക്ലാസ് ബി ആണെങ്കിലാണ് 22 50 മീറ്റർ ആണെങ്കിൽ ക്ലാസ് ബി ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് കിട്ടിയ 40 ആണ്. മാക്സിമം ഡയമെൻഷൻ തന്നിരിക്കുന്നത് 40 എന്നാണ്. സോ ദിസ് ക്യാൻ ബി ടേക്കൺ അണ്ടർ ക്ലാസ് ബി. ഓക്കെ, സോ കാറ്റഗറി 3 ആൻഡ് ക്ലാസ് ബി ഇത് മൂന്നും വെച്ചിട്ടുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, കാറ്റഗറി 3 ആൻഡ് ക്ലാസ് ബി. സോ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 12 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 10 to 15 ഇടയ്ക്കായിരിക്കും. 10ലുള്ള വാല്യൂ 0.88ഉം 15ലുള്ള വാല്യൂ 0.94ഉം ആണ്. ഓക്കെ, സോ 10 മീറ്റർ 0.88 ആൻഡ് 15 0.94. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റർപൊളേറ്റ് ചെയ്തിട്ട് K2ൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ 0.88 പ്ലസ് 0.94 മൈനസ് 0.88 ബൈ 15 മൈനസ് 10 ഇൻറ്റു 12 മൈനസ് 10. സോ K2 വാല്യൂ 0.904 എന്ന് കിട്ടും. അഗെയിൻ K3 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ നമുക്ക് എവിടെയാണ് ഹില്ലൊന്നും പറഞ്ഞിട്ടില്ല, മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊരു ലെവൽ പ്ലെയിനിലായിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ സിൻസ് ബിൽഡിംഗ് ഈസ് ലൊക്കേറ്റഡ് ഓൺ എ ലെവൽ ലാൻഡ്, സ്ലോപ്പ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് C ഇൻറ്റു എസ് ഈ ഒരു പാർട്ട് നമുക്ക് 0 ആയിട്ട് എടുക്കാം. അതുകൊണ്ട് K3 വാല്യൂ എന്തായിരിക്കും? 1. ഓക്കെ, സോ K1 1, K3 1 ആൻഡ് K2 ഈസ് 0.904. So from that we can find VZ value 1 into 0.904 into 1 into VB47 എന്ന് കിട്ടിയിരുന്നു. into 47, that is 42.488 meter per second. ഇനി നമുക്ക് വേണ്ടത് ബേസിക് വിൻഡ് പ്രഷർ അല്ലെങ്കിൽ ഡിസൈൻ വിൻഡ് പ്രഷർ ആണ് വേണ്ടത്. സോ PZ is equal to 0.6 VZ square. VZ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലുള്ളൊരു വാല്യൂ ആയിരിക്കും. അതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, സോ 1083 1.083 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം. സോ ദിസ് ഈസ് ഹൗ വി കാൽക്കുലേറ്റ് ഡിസൈൻ വിൻഡ് പ്രഷർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കും. എല്ലാ ക്വസ്റ്റ്യൻസിലും ഡിഫറൻസ് വരുന്നത് അതിൻ്റെ സ്ലോപ്പിന് ചേഞ്ച് വരും, അതുപോലെ തന്നെ ലൊക്കേഷൻ ചേഞ്ച് വരും, പിന്നെ ഏത് ടൈപ്പ് ബിൽഡിംഗ് ആണെന്നുള്ളതും ചേഞ്ച് വരും. ഇതനുസരിച്ച് കറക്റ്റായിട്ടുള്ള കാറ്റഗറി, ക്ലാസ് ആൻഡ് ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, പിന്നെ സ്ലോപ്പ് അനുസരിച്ചിട്ടുള്ള വാല്യൂസും ചൂസ് ചെയ്യുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പവർ പ്ലാന്റ് സ്ട്രക്ചർ ഹാസ് മാക്സിമം ഡയമെൻഷൻ മോർ ദാൻ 60 മീറ്റർ. ഓക്കെ, ഇവിടെ മാക്സിമം ഡയമെൻഷൻ മോർ ദാൻ 60 മീറ്റർ എന്ന് പറയുന്നുണ്ട്. സോ ക്ലാസ് C ആയിരിക്കും. ഈസ് പ്രൊപ്പോസ് ടു ബി ബിൽഡ് ഓൺ ഡൗൺ ഹിൽ നിയർ ഡെറാഡൺ. ഡെറാഡണിലാണ് ദ ഹൈറ്റ് ഓഫ് ദി ഹിൽ. ഓക്കെ, ഹില്ലിൻ്റെ ഹൈറ്റാണ് തന്നിരിക്കുന്നത്, അതായത് Z വാല്യൂ ആണ് തന്നിരിക്കുന്നത് 400 ആൻഡ് തന്നിരിക്കുന്ന സ്ലോപ്പ് 1/3. ഇഫ് ദി ലൊക്കേഷൻസ് ഹൈറ്റ് 250 meter from the crest of the hill. Location അല്ല, it is building. Okay, if the building's height is 250 meter from the crest, ഈ ക്രസ്റ്റിൽ നിന്ന് 250 മീറ്റർ മാറിയിട്ടാണ് ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ X വാല്യൂ ആണ് തന്നിരിക്കുന്നത് 250 mm എന്ന്. ആൻഡ് ഫ്രം ദി ക്രസ്റ്റ് ഓഫ് ദി ഹിൽ ഓൺ ഡൗൺവേർഡ് സ്ലോപ്പ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഈവ് ബോർഡ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 9 meter. ഓക്കെ, അതായത് ഈവ് ബോർഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ ഈവ് ബോർഡ് ഇതാ. സോ ഈ ഒരു ഹൈറ്റാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 9 meter എന്ന് തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ഡിസൈൻ വിൻഡ് പ്രഷർ.
സോ ആദ്യത്തത് ബേസിക് വിൻഡ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക, ഡെറാഡൺ ആണ്. സോ വി ബി ഈസ് ഈക്വൽ ടു 47 m/s ആസ് പെർ അപ്പൻഡിക്സ് 1A നിന്ന് അത് കിട്ടും. ഓക്കെ, ദെൻ ഡിസൈൻ വിൻഡ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് K1 വേണം. പവർ പ്ലാന്റ് എന്ന് വെച്ചാൽ ദറ്റ് വിൽ കം അണ്ടർ ദ ക്ലാസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ് ആണെങ്കിൽ ഫോർ എ ബേസിക് വിൻഡ് സ്പീഡ് ഓഫ് 47 m/s. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് ആണ് എടുക്കേണ്ടത്. ഇതിൽ 47, സോ 1.07 ആയിരിക്കും K1 വാല്യൂ. ഓക്കെ, so K1 value will be 1.07. നെക്സ്റ്റ് കാറ്റഗറി ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ ഡയമെൻഷൻസും അനുസരിച്ച് ക്ലാസ്സും ചൂസ് ചെയ്യണം. സോ ക്ലാസ് സി ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കാരണം 60 മീറ്ററിനേക്കാളും ഗ്രേറ്റർ ആണ് മാക്സിമം ഡയമെൻഷൻ. ആൻഡ് കാറ്റഗറി നമ്മൾ ഇൻഡസ്ട്രിയൽ, കാരണം പവർ പ്ലാന്റുകൾ ഒരിക്കലും ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ വെക്കില്ല, കുറച്ച് മാറ്റി വെക്കുള്ളൂ. ഓക്കെ, സോ നമുക്ക് കാറ്റഗറി 2 ആയിട്ട് എടുക്കാം. സോ സിൻസ് ഇറ്റ്സ് എ പവർ plant structure, power plant, you can go for category 3 and class C ആണ് based on maximum dimension. So category 2 and class C വരികയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് 9 മീറ്റർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടേബിൾ 2ൽ നിന്ന് നമുക്ക് K2 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ് ടു 9 മീറ്റർ എന്ന് വെച്ചാൽ അപ് ടു 10 തുടങ്ങിയിട്ടാണ് ആ ടേബിളിലുള്ളത്. അപ്പോൾ നമ്മൾ 10ൻ്റെ വാല്യൂ എടുക്കുക. 10 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് കാറ്റഗറി 2 ആൻഡ് ക്ലാസ് സിയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നിങ്ങൾ ടേബിളിൽ നോക്കുക, അതനുസരിച്ചിട്ടുള്ള വാല്യൂ എടുക്കുക. 0.93 എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് K3 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് K3 ഈസ് ഈക്വൽ ടു 1 + C × S. അപ്പോൾ സി യു എസും അറിയണമെങ്കിൽ നമുക്ക് സ്ലോപ്പ് അറിയണം. സ്ലോപ്പ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1/3 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് സ്ലോപ്പ് ഓഫ് ഹിൽ ഇസ് ഈക്വൽ ടു 1/3. സ്ലോപ്പ് എന്ന് വെച്ചാൽ എന്താ? tan തീറ്റ. സോ തീറ്റ വിൽ ബി ഈക്വൽ ടു tan ഇൻവേഴ്സ് 1/3. ഓക്കെ, സോ തീറ്റ വാല്യൂ 18.43 എന്നാണ് കിട്ടുന്നത്. തീറ്റ വാല്യൂ 17നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ ആ അപ്പൻഡിക്സ് സി അനുസരിച്ച് സി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൻഡിക്സ് സി അനുസരിച്ച് എന്തായിരിക്കും സി വാല്യൂ? 0.36 ആയിരിക്കും സി വാല്യൂ. ഓക്കെ, 0.36 ഗ്രേറ്റർ ദാൻ 17 ആണെങ്കിൽ സി വാല്യൂ ഇസ് 0.36. ഓക്കെ, സോ 0.36 ആണ്. ആൻഡ് നമുക്കിനി വേണ്ടത് LE വാല്യൂ ആണ്. LE Z/0.3 ആയിരിക്കും. ഇസഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ആണ്. അത് ഹൈറ്റ് ഓഫ് ദി ഹില്ലാണ് ഇസഡ്. അത് 400 എന്ന് തന്നിട്ടുണ്ട്. സോ ഇസഡ് ഇസ് ഈക്വൽ ടു 400/0.3. അങ്ങനെ നമുക്ക് LE വാല്യൂ കിട്ടും. ഓക്കെ, LE വാല്യൂ കിട്ടി. ഇനി എന്താ വേണ്ടത്? എസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ we need to find h/LE and x/LE. h എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ, 9 മീറ്റർ ഹൈറ്റ് ആണ്. സോ 9/LE ഓൾറെഡി ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ h/LE കിട്ടും. ആൻഡ് x/LE, എക്സ് എന്ന് വെച്ചാൽ ബിൽഡിങ്ങിൻ്റെ ക്രസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹില്ലിൻ്റെ ടോപ്പിൽ നിന്ന് ബിൽഡിംഗ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. ആ എക്സ് 250 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ x/LE ചെയ്യുക. രണ്ട് വാല്യൂസ് കിട്ടും. അഗെയിൻ 0.0036ഉം 0.1875 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഫിഗർ 15 എടുക്കുക. ഫിഗർ 15ൽ നമുക്ക് ഈ 0.1 എന്നുള്ള ഒരു വാല്യൂ ആണ് x/LE ആൻഡ് 0.000 അങ്ങനെ ഒരു വാല്യൂ ആണ് h/LE കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെടുക്കാം? ഈ ഒരു ഇവിടെ തന്നെയായിരിക്കും പോയിന്റ്, ദാറ്റ് ഈസ് ഈ 1 തന്നെയായിരിക്കും K3 വാല്യൂ. എസ് വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, ഈ ഒരു വാല്യൂ ആയിരിക്കും. ക്ലിയർ? സോ അത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് എസ് വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, സോ K3 ഈസ് ഈക്വൽ ടു 1 + CS. സോ 1 + 0.3 × S
ആൻഡ് ക്വസ്റ്റ്യനിൽ ഡൗൺവേർഡ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡൗൺവേർഡ് ആ 15 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അപ്വേർഡും ഡൗൺവേർഡ് എന്ന് പറഞ്ഞ് 2 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റിലുള്ള ഗ്രാഫ് അപ്വേർഡും റൈറ്റിലുള്ളത് ഡൗൺവേർഡും. അതനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ളത് അപ്വേർഡ് ഡൗൺവേർഡ്. അപ്പോൾ ഇത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതും എടുക്കാം, അതല്ല എങ്കിൽ ഡൗൺവേർഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ട് ഡൗൺവേർഡ് എന്ന് എടുത്തു. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് K3 വാല്യൂ C കിട്ടിയായിരുന്നു 0.36 ആൻഡ് S1 എന്നും കിട്ടി. സോ K3 വാല്യൂ കിട്ടും. K1 K2 K3 കിട്ടിക്കഴിഞ്ഞാൽ VBയുടെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. വി ഗെറ്റ് VZ വാല്യൂ ആൻഡ് 63.6 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് PZ എന്ന് വെച്ചാൽ 0.6 ഇൻറ്റു VZ സ്ക്വയർ. സോ 0.6 ഇൻറ്റു 63.6 we are getting a value of 2427 അല്ലെങ്കിൽ 2.42 kilonewton per meter square എന്ന് എഴുതാം. ഓക്കെ, അഗെയിൻ അടുത്തത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ സിമിലർ പാറ്റേണിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കമ്മ്യൂണിക്കേഷൻ ടവർ എന്ന് പറയുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ ടവർ ആണെങ്കിൽ അത് 4ാമത്തെ ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ആണ്. ഓക്കെ, സോ ടേബിൾ 1ൽ നിങ്ങൾ K1 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 4th ടൈപ്പ്, ഇപ്പോൾ നമ്മൾ പവർ പ്ലാന്റ് എടുത്ത ആ ഒരു ക്ലാസ് തന്നെ എടുക്കാം. ക്ലാസ് അല്ല, ആ ഒരു ബിൽഡിംഗ് ടൈപ്പ് തന്നെ സെലക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിൽ വരും. ഓക്കെ, ആൻഡ് ഹൈറ്റ് തന്നിട്ടുണ്ട് 80 മീറ്റർ ആണ് ഹൈറ്റ്. ഈസ് പ്രൊപ്പോസ് ടു ബി ബിൽഡ് ഓവർ ഹിൽ ടോപ്പ് ഓഫ് ഹൈറ്റ് 420 മീറ്റർ. അപ്പോൾ ഹില്ലിൻ്റെ ഹൈറ്റ് Z വാല്യൂ തന്നിട്ടുണ്ട് വിത്ത് എ ഗ്രേഡിയൻറ്റ് 1/5. അതായത് സ്ലോപ്പ് 1/5 എന്നും പറയുന്നുണ്ട്. ദ ഹൊറിസോണ്ടൽ അപ്രോച്ച് ഡിസ്റ്റൻസ് ഈസ് 2.8 കിലോമീറ്റർ ഫ്രം ലെവൽ ഗ്രൗണ്ട്. ഓക്കെ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ അപ്രോച്ച് ഡിസ്റ്റൻസ് 2.8 കിലോമീറ്റർ, ദാറ്റ് ഇസ് L വാല്യൂ ആണ് തന്നിരിക്കുന്നത്. കിലോമീറ്റർ എന്നാണ് അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഡിറ്റർമൈൻ ദി ടവർ ഇസ് പ്രൊപ്പോസ്ഡ് അറ്റ് അബു മൗണ്ട്. അബു മൗണ്ടിലാണ് ലൊക്കേഷൻ. സോ അബു മൗണ്ട് രാജസ്ഥാനിലായതുകൊണ്ട് രാജസ്ഥാനിലെ വാല്യൂസ് നിങ്ങൾക്ക് എടുക്കാം. ഈ വാല്യൂസ് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രാഫ് പേജ് 9 ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ലൊക്കേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ പേജ് 9 തന്നിട്ടുണ്ട്. ഓക്കെ, സോ പേജ് 9 വെച്ചിട്ട് ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിലെ വാല്യൂ വെച്ചിട്ടും എടുക്കാം. ഓരോ കളേഴ്സായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് കളറാണ്, അപ്പോൾ ആ കറസ്പോണ്ടിങ് കളർ അനുസരിച്ചിട്ട് എടുക്കാം. ദെൻ ഡിസൈൻ വിൻഡ് സ്പീഡ്. സോ ഇറ്റ്സ് ബെറ്റർ. ഇപ്പോൾ അബു മൗണ്ട് രാജസ്ഥാനിലാണെങ്കിൽ രാജസ്ഥാനിൽ വരുന്ന യൂഷ്വലി 47 മീറ്റർ പെർ സെക്കൻഡ് ആണ് ജയ്പൂരൊക്കെ. അപ്പോൾ ആ ഒരു ഇത് തന്നെയായിരിക്കും, വിൻഡ് സ്പീഡ് തന്നെയായിരിക്കും അബു മൗണ്ടിലും. ഓക്കെ, സോ VB is equal to 47 meter per second. And then find the design wind speed. So communication tower important ബിൽഡിങ്ങിലായതുകൊണ്ട് K1 1.07 എന്നെടുക്കാം, corresponding to 47 meter per second. Then maximum dimension 80 meter ആണ്, അതുകൊണ്ട് തന്നെ ക്ലാസ് C ആയിരിക്കും. ആൻഡ് ഹിൽ ടോപ്പിലാണെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ബിൽഡിങ് ഹിൽ ടോപ്പിലാണ്. ഓക്കെ, അതായത് ക്രസ്റ്റ് ബിൽഡിങ് തമ്മിൽ ഹിൽ ടോപ്പിൽ നിന്നൊരു ഡിസ്റ്റൻസ് മാറിയിട്ടൊന്നുമല്ല, ഹിൽ ടോപ്പിൽ തന്നെ ആയതുകൊണ്ട് നമുക്കിവിടെ കാറ്റഗറി 1 ആയിട്ട് എടുക്കാം. സോ കാറ്റഗറി 1 ക്ലാസ് സിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള K2 വാല്യൂ ഇൻ്റർപോളേറ്റ് ചെയ്യുക. 80 മീറ്റർ ആയതുകൊണ്ട് 50യുടെയും 10ൻ്റെയും ഇടയ്ക്ക് വരും. ഓക്കെ, 80 മീറ്റർ ആണ് ഹൈറ്റ്. അഗെയിൻ K3 കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് സ്ലോപ്പ് തന്നിട്ടുണ്ട് 1/5. സോ അതിൻ്റെ തീറ്റ വാല്യൂ tan inverse 1/5, that is 11.31, and that is less than 17. അതുകൊണ്ട് C വാല്യൂ എന്ന് വെച്ചാൽ 1.2 ഇൻറ്റു Z/L. Z എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് ദി ഹിൽ. ഹില്ലിൻ്റെ ഹൈറ്റ് 520 ആണ് ആൻഡ് ലെങ്ത്ത് 2800, അതായത് 2.8 കിലോമീറ്റർ. അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇൻ മീറ്റേഴ്സ്. ദെൻ അത് വെച്ചിട്ട് നമുക്ക് C വാല്യൂ കിട്ടും. അഗെയിൻ S വാല്യൂ ആണ് വേണ്ടത്. X വാല്യൂ കിട്ടാനായിട്ട് ഇപ്പോൾ ബിൽഡിങ്ങും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹിൽ ടോപ്പിലാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ X എത്രയാണ്? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ X/LE 0 എടുക്കുക. ദെൻ H/LE ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 80 മീറ്റർ ആണ്. LE എന്ന് വെച്ചാൽ നമുക്ക് സെയിം തന്നെ എടുക്കാം. ഓക്കെ, LE വാല്യൂ
that is slope, if that slope is less than 17 ആണെങ്കിൽ LE is equal to L. L എത്രയായിരുന്നു? 2.8 കിലോമീറ്റർ. സോ അത് തന്നെ LE ആയിട്ടും എടുക്കാം. So from this we'll get S1, S is equal to 1 and K3 വാല്യൂ കിട്ടും. K3 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ VZ കാൽക്കുലേറ്റ് ചെയ്യുക, PZ കാൽക്കുലേറ്റ് ചെയ്യുക. VZ 72.15 മീറ്റർ പെർ സെക്കൻഡ് എന്നും PZ 3.123 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നും കിട്ടും. ഓക്കെ, അഗെയിൻ അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ടൈപ്പാണ്. ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. A hospital building of size 50 meter and 100 meter height തന്നിട്ടുണ്ട്. Proposed to be built in Pune and on hilltop. ഇവിടെയും ഹിൽ ടോപ്പിലാണ്. ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഹില്ല് പറയുന്നുണ്ട്. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ദാറ്റ് a distance of 120 meter from crest on downward slope. ഓക്കെ, സോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ. ആ സെയിം രീതിയിൽ ഹോസ്പിറ്റൽ ബിൽഡിങ് ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സിൽ വരും. ആൻഡ് ക്വസ്റ്റ്യനിൽ പറയുന്ന പ്ലേസ് പൂനെയാണ്. സോ പൂനെയിൽ 39 മീറ്റർ പെർ സെക്കൻഡ് ആണ് ബേസിക് വിൻഡ് സ്പീഡ്. ഡിസൈൻ വിൻഡ് സ്പീഡ് ഹോസ്പിറ്റൽ ഇമ്പോർട്ടൻറ്റ് ബിൽഡിംഗ് ആയതുകൊണ്ട് K1 1.06 എന്ന് എടുക്കാം. ഓക്കെ, 1.06 കറസ്പോണ്ടിങ് ടു 39 മീറ്റർ പെർ സെക്കൻഡ് ടേബിൾ 1 നിന്ന് കിട്ടും. അഗെയിൻ K2 കാൽക്കുലേറ്റ് ചെയ്യണം. K2 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കാറ്റഗറി 2 ക്ലാസ് C എന്ന് എടുക്കുക. ഓക്കെ, കാറ്റഗറി 2 ആണ് ആൻഡ് ക്ലാസ് C. സോ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാറ്റഗറി 2 എന്ന് കൊടുക്കാം. ഇമ്പോർട്ടൻറ്റ് ബിൽഡിങ്സ് കാറ്റഗറി 2ൽ 10 മീറ്റർ ഹൈറ്റോളേ ഉള്ളൂ. ദെൻ ക്ലാസ് C. ഓക്കെ, സോ ക്ലാസ് C വരുന്നത് എന്താണ്? ബിക്കോസ് ഇതിൻ്റെ മാക്സിമം ഡയമെൻഷൻ 100 മീറ്റർ. സോ ക്ലാസ് C എന്ന് എടുക്കുക. Tan theta is 1/4, so theta is 14.036 less than 17 degree. Hence C value കാൽക്കുലേറ്റ് ചെയ്യുക. Z തന്നിട്ടുണ്ട്, L ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. സോ തരാത്തത് കൊണ്ട് എന്താ ചെയ്യേണ്ടത്? 1:4 എന്നാണ് സ്ലോപ്പ് വരുന്നത്. ദറ്റ് ഈസ് 1 vertical is to 4 horizontal. ഓക്കെ, സോ വാട്ട് ഈസ് ഹൊറിസോണ്ടൽ? എങ്ങനെ കിട്ടും? ലെങ്ത് എന്ന് വെച്ചാൽ 4 into വെർട്ടിക്കൽ. ഓക്കെ, 4 into n. 4 into vertical distance. Vertical എന്ന് വെച്ചാൽ എത്ര? Z. 4 into Z. That is 4 into 320 എന്ന് വരും. So from that we can find the value for C. Again H by LE കാൽക്കുലേറ്റ് ചെയ്യുക, XC by LE കാൽക്കുലേറ്റ് ചെയ്യുക. X 120 ആണ്. ദെൻ ക്രസ്റ്റിൽ നിന്ന് ബിൽഡിംഗ് വരെയുള്ള ഡിസ്റ്റൻസ് 120 തന്നിട്ടുണ്ട്. H 10 മീറ്റർ ആൻഡ് LE നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു 1280. ഓക്കെ, LE is equal to സെയിം ആസ് L. കാരണം 17നേക്കാളും കുറവായതുകൊണ്ട് സെയിം ആസ് L. സോ K3 is equal to 1 plus CS. K3 കിട്ടി. K1 K2 K3 into VB ചെയ്യുമ്പോഴത്തേക്ക് VZ കിട്ടും. ഓക്കെ, PZ കാൽക്കുലേറ്റ് ചെയ്യുക. സോ 49.98 എന്നും 1.498 എന്നും കിട്ടും. അഗെയിൻ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തേക്കുക. ഓക്കെ, യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ തനിയെ ചെയ്യാനായിട്ട് നോക്കാം. സോ സൈസ് പറയുന്നുണ്ട് 20 മീറ്റർ ബൈ 30 മീറ്റർ. പ്രപ്പോസ് ടു ബി കൺസ്ട്രക്റ്റഡ് അറ്റ് മാംഗ്ലൂരിലാണ് ആൻഡ് നിയർ ഹില്ലോക്ക് ഓഫ് 160 മീറ്റർ. അപ്പോൾ ഹില്ലിൻ്റെ ഹൈറ്റ് ആണ്, ഹില്ലോക്ക് എന്ന് വെച്ചാൽ ഹില്ലിൻ്റെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത് ആൻഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട് ഹില്ലിൻ്റെ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ബിൽഡ് അറ്റ് 120 മീറ്റർ ഫ്രം ദി ബേസ് ഓഫ് ദി ഹിൽ. ഓക്കെ, സോ നമുക്ക് യൂഷ്വലി ക്രസ്റ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് തരുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് 120 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് വിൽ ബി എക്സ്? ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് L ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 120. നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ L മൈനസ് 120 വിൽ ഗീവ് യു എക്സ് വാല്യൂ. L എത്രയായിരിക്കും? L ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെർട്ടിക്കൽ 1 in 2.8 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ L is equal to 2.8 into Z. Z വാല്യൂ 160 എന്ന് തന്നിട്ടുണ്ട്.
ഓക്കെ, സോ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഹിൻറ്റ് ഞാൻ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് വി ബി നിങ്ങൾക്ക് 39 മീറ്റർ പെർ സെക്കൻഡ് കിട്ടുന്നുണ്ടോ നോക്കുക ഫ്രം ദ അപ്പൻഡിക്സ് എ. 39 മീറ്റർ പെർ സെക്കൻഡ് ഫോർ മാംഗ്ലൂർ. ദെൻ K1 ജനറൽ ബിൽഡിംഗ്, ഇത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആണ്. സോ ജനറൽ ബിൽഡിങ്ങിൻ്റെ ക്ലാസ്സിൽ പെടുത്താം. സോ K1 1 ആയിട്ട് കിട്ടും. K2 ഇത് കാറ്റഗറി 2 ആൻഡ് ക്ലാസ് ബി എടുക്കാം. ഓക്കെ, ഹൈറ്റ് 12 മീറ്റർ ആണ്, കാറ്റഗറി 2 എടുക്കാം. ദെൻ K3 ഈസ് ഈക്വൽ ടു 1 പോയിൻറ്റ്. അപ്പോൾ കാറ്റഗറി 2ഓ 3ഓ നമ്മൾ യൂഷ്വലി എടുക്കാറുണ്ട്. ഓക്കെ, കാറ്റഗറി 1 എടുക്കുന്നത് ഹിൽ റീജിയൻ അല്ലെങ്കിൽ സീ കോസ്റ്റ് ഒക്കെ ആണെങ്കിൽ കാറ്റഗറി 1 ഒട്ടും പോപ്പുലേറ്റഡ് അല്ലാത്ത പ്ലേസസിൽ. കാറ്റഗറി 2, 3 നമ്മൾ യൂഷ്വലി കുറച്ചും കൂടെ അതായത് പോപ്പുലേറ്റഡ് അല്ല എങ്കിൽ കാറ്റഗറി 2, ഏറ്റവും കൂടുതൽ കൂടിപ്പോയാൽ നമ്മൾ കാറ്റഗറി 3 വരെയാണ് എടുക്കുന്നത്. ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് കാറ്റഗറി 4 എടുക്കുക. ആൻഡ് K3 കാൽക്കുലേറ്റ് ചെയ്യുക. സ്ലോപ്പ് തന്നിട്ടുണ്ട്. സോ സി കിട്ടും. സി കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എസ് കിട്ടണം. ഓക്കെ, അപ്പോൾ എസ് കിട്ടണമെങ്കിൽ നമുക്ക് LE വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സോ H/LE, H 12 ആണ്, LE ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, Z/0.3. അത് സ്ലോപ്പ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ എക്സ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? L മൈനസ് 120 ചെയ്യുക. അപ്പോഴേ നമുക്ക് ഈ എക്സ് വാല്യൂ കിട്ടുകയുള്ളൂ. L എന്ന് വെച്ചാൽ ക്വസ്റ്റ്യന് തന്നിട്ടില്ല. സോ 2.8 ഇൻറ്റു Z എന്ന് എടുക്കുക. ഓക്കെ.